എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഒരു യുവ കർഷകൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ കർഷകൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇതിപ്പം നമ്മളെ പാകിസ്ഥാൻ മൾബറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കായ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കഴിച്ചോളാം. നല്ല മധുരമുണ്ട്. അപ്പോൾ ഈ ഒരു പാകിസ്ഥാൻ മൾബറി മാത്രമല്ല, ഇവിടെ നിരവധി പ്ലാന്റുകൾ, അതായത് ഇത് നമ്മളെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മാണ്. ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു, കായ്ക്കാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം പല വെറൈറ്റി പദ്ധതികൾ. ഇതാണ്ട ലെയർ ചെയ്യുന്ന പദ്ധതിയാണിത്. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്തിട്ട് ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാലിച്ചാമ്പയാണ്. അപ്പോൾ ബാലിച്ചാമ്പ ഇവിടെ ലെയർ ചെയ്യാണ്. അപ്പോൾ ബാലിച്ചാമ്പ കായ്ച്ചത് കാണാത്തവർക്ക് ഇവിടെ നമുക്കിതിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കായ്. അപ്പോൾ ഇതുപോലത്തെയാണ് ഇതിൻ്റെ കായ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവർ നിറയെ ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മളൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏകദേശം 100 വെറൈറ്റി പ്ലാന്റുകൾ, ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് 100. അപ്പോൾ നമുക്ക് കാണാം നിറയെ പ്ലാന്റുകളാണ്. ലോങ്ങൻ, റെഡ് ലോങ്ങൻ, വൈറ്റ് ലോങ്ങൻ, അങ്ങനെ വേണ്ട പല വെറൈറ്റി. ഇത് ബ്രസീലിയൻ, അതുകൊണ്ടാ ഇത് ബ്രസീലിയനാണ്. ഇതാ ബ്രസീലിയൻ്റെ കളറുണ്ടോ, ചുവപ്പ്. ബ്രസീലിയൻ റെഡ്. ടേസ്റ്റ് വേറെയാണ്, പാകിസ്ഥാനേക്കാളും വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ട സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ എന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രൂട്ട്സ് ചെടികളൊക്കെ വാങ്ങിക്കുന്ന കർഷകരുണ്ടല്ലോ, അവർക്കൊക്കെ സംശയമുണ്ട് ഇതെല്ലാം കായ്ക്കുവോ പൂക്കുവോ എന്നൊക്കെ. അപ്പോൾ അതായത് ലോങ്ങനാണ്. ലോങ്ങൻ ഇതിപ്പോൾ ഇതുകൊണ്ട് ലെയർ ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇത് അബിയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് അബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 50% വെയിൽ മതി, നല്ല വെയിൽ വേണ്ട. ഇവിടെയുള്ള എല്ലാ പ്ലാന്റും, അതായത് ഈ ഒരു മാംഗോസ്റ്റിൻ തന്നെ നമുക്ക് കാണാം, നല്ല ഉഷാറുണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ വളം, നമ്മളെ ഈ ഒരു കർഷകൻ വളം ചെയ്യുന്നുണ്ടോ, നമ്മൾ ഗ്രീൻ ഗ്രാസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തടവുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അത് എല്ലാ പ്ലാന്റുകൾക്കും ഇതുപോലെ തടവുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100ഓളം വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു യുവ കർഷകൻ്റെ വീട്ടിൽ കാണാം. അപ്പോൾ ഇതാണ് ലോങ്ങനും അതേപോലെ ഇത് റെഡ് ലോങ്ങനാണ്. ലോങ്ങന് ഇത് ലെയർ ചെയ്യുന്നുണ്ടോ, ഈ കാണുന്നത് ഇത് സീറ്റ് ലൂബിയാണ്. സീറ്റ് ലൂബി ഇതാ പൂട്ട് വരുന്നുണ്ടോ, എന്താ ജസ്റ്റ് ഇന്ന് കാണിച്ചോട്ടെ, ഉണ്ടാ സീറ്റ് ലൂബി പൂക്കണത് ഉണ്ടോ. ഇതെല്ലാം തണ്ടിൻ്റെ മുകളിലാണ്. അതേപോലെ ഈ ലോങ്ങനും തണ്ടിൻ്റെ മുകളിലാണ് പൂക്കുക. ഇത് ലോങ്ങൻ പിങ് പോങ് ആണ്, എസ്കാർലെറ്റ് ജബോട്ടിക്കാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പല വെറൈറ്റികളോട് വെറൈറ്റി. അതായത് നമുക്കങ്ങനെ ഇത് N18 അല്ലേ, ഇത് N18 പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് കായ്ക്കാറുണ്ടോ? അപ്പോൾ ഇതും കായ്ക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മളെ മിൽക്ക് ഫ്രൂട്ട് ഇതാ ഇവിടെ മുകളിൽ കണ്ടോ, നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് എല്ലാ സെറ്റപ്പ്, അതായത് അവിടെ നമ്മൾ ഇതിനെ മണ്ണിനെ വെച്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ കർഷകൻ്റെ ടെക്നോളജി വളം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ട. ഇതേപോലെ മണ്ണും മറ്റു വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം, കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ N18 ആണ്. അപ്പോൾ ഇതിന് പ്രൂൺ ജെല്ലിൻ്റെ കുറച്ച് ഇത് കുറവുണ്ട്. അപ്പോൾ അതുപോലെ പൂക്കോ കായ്ക്കോ എന്നൊക്കെ സംശയമുണ്ട്. അതാ ഇത് റൊളീനിയാണ്. അപ്പോൾ നമ്മൾ ആത്തിച്ചക്കമരമല്ലേ, അതേപോലെ തന്നെ കണ്ടോ, ഇത് നമ്മുടെ ഒരു കായ ഉണ്ടോ, ഒരു കായല്ല നിറയെ കായുണ്ട്. അപ്പോൾ ഇപ്പോൾ താഴെയായിട്ട് ഒരു കായാണുള്ളത്. അപ്പോൾ ഇതാണ് റൊളീനിയ. അപ്പോൾ ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ യുവ കർഷകൻ്റെ അരികിൽ ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇതുണ്ടോ, ഇവിടെ ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടോ, നല്ല ഇതുപോലത്തെ മണ്ണും ഇതുപോലത്തെ ചാണകമൊക്കെ കൂട്ടി ചേർത്തിട്ടാണ് ഇവർ നമ്മുടെ വളത്തിൻ്റെ ഒപ്പം, അതായത് ഗ്രീൻ ഗ്രാസിൻ്റെ വളത്തിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും തെറ്റില്ല, നമുക്ക് സ്വന്തമായിട്ട് വളങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വളം കൂടി, നമ്മളെ ഗ്രീൻ ഗ്രാസും കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇത് നമ്മൾ വിയറ്റ്നാം ഏളിയുടെ ലാവാണ്. ഏകദേശം ചക്ക മൂക്കാറായിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ കണ്ടോ. 1.5 വർഷം കൊണ്ട് ഇത് ഇത്ര വണ്ണുകളുണ്ടോ, ഈ ഒരു ഇത് പിടിക്കാനില്ല കണ്ടോ. അപ്പോൾ ഇതിനോട് ഇപ്പം 4-5 ചക്കയുണ്ട്. പിന്നെ നമുക്ക് കാണാം ജബോട്ടിക്ക, അതുപോലെ എല്ലാ പ്ലാന്റിനും നമ്മൾ ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഉദ്യാനത്തിൽ പോയ പോലെ, അതായത് ഫലവൃക്ഷത്തിൻ്റെ ഒരു ഉദ്യാനത്തിൽ പോയ പോലെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതായത് കണ്ടോ, ഇതിപ്പോൾ എത്ര ലെയറിങ്ങാണ്. ഇവിടെ 1 തൈ ഉണ്ടായി, 2 തൈ ഉണ്ടായി, 3 തൈ ഉണ്ടായി, 4, 5 ഒരുപാട് തൈ. അതായത് ഈ ഒരു പേരേം തന്നെ കുറേ ലെയറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്ത് കാണാം, അബിയുവിൻ്റെ അടിപൊളി ഫ്രൂട്ട്സ് കാണാം. അപ്പോൾ നമ്മളെ കർഷകർ പലരും ചോദിക്കുന്നുണ്ട് അബിയു ഈ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ്. അപ്പോൾ ഹോം ഗ്രൗണ്ട് പ്ലാന്റ് അറിയാം, കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇതിപ്പോൾ 5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായുടെ വണ്ണം കണ്ടോ, ഇതാണ് അബിയുടെ പഴം. ഇതിന് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്.
അപ്പോൾ ഇതാണ് അബിയിൽ നിറയെ, ഇത് ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ്, നിറയെ കായ്ച്ച് കിടപ്പുണ്ട്. 5 വർഷമായപ്പോഴാണ് കായ്ക്കാൻ തുടങ്ങിയതാ. എല്ലാവരുടെയും കായുണ്ട്, താഴെ ഇതാ ചെറിയ ചെറിയ കായ്ക്കൾ ഉണ്ട്, എല്ലാവരും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോം ഗ്രൗണ്ട് പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നല്ലോണം കായ്ഫലം ഉണ്ടാവും, അതുപോലെ വെറൈറ്റിയാണ്, വലിപ്പം ഉണ്ടാവും, അതൊക്കെയാണ്. അപ്പോൾ 5 വർഷമായത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. നമ്മുടെ ഈ ഒരു യുവ കർഷകൻ തന്നെ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തൊരു മാവാണ്. അപ്പോൾ ഇതാ മാവ് പൂത്തിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയില്ല, പേരിട്ടില്ല, നമുക്കൊരു പേര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാങ്ങ ഉണ്ടാവട്ടെ, മാങ്ങ ഉണ്ടായിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു നല്ല പേരിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒരു പേര് വിളിക്കാൻ പറ്റിയൊരു മാവും നമ്മുടെ ഈ യുവ കർഷകൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലേ വീടിൻ്റെ 3-ാം നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാം മട്ടോവ കായ്ക്കൊന്നൊക്കെ കർഷകർക്കൊരു സംശയമുണ്ട്, വേണ്ട നിറച്ച് വേണ്ട, ഇതുപോലെയാണ് അതിൻ്റെ പൂവുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കായ് ഈ ലോങ്ങിൻ്റെ ഒക്കെ കായ് പോലെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ഫ്രൂട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ 3-ാം നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 3-ാം നിലയിൽ ഈ ഒരു യുവ കർഷകൻ 3-ാം നിലയിൽ ആ വെയിലിനെയും ഒഴിവാക്കിയില്ല. കാരണം ഇവിടെ ചെറിയ ഗാർഡൻ്റെ വിത്തുകൾ വാങ്ങിച്ചിട്ട് ഇതാ ചെറിയ ഗാർഡൻ്റെ മഴവിൽച്ചോളം, അതുപോലെ തന്നെ ചെറിയ ഗാർഡൻ്റെ കേബേജ്, ക്യാരറ്റ് എന്ന് പറഞ്ഞ ഈ 3-ാം നിലയിലും അദ്ദേഹം വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഇവിടെയും കൃഷി. അപ്പോൾ ഇതൊക്കെ ഇതാണ്, അതായത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ, അതായത് നമ്മുടെ സ്ഥലങ്ങൾ എല്ലാം ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു കർഷകൻ്റെ പ്രധാന ലക്ഷ്യം. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളുണ്ടാവും, പരിമിതികളുണ്ടാവും, പക്ഷേ ഈ പരിമിതികളൊക്കെ കടന്നിട്ടാണ് ഇദ്ദേഹം ഒരു സ്പേസ്, അതായത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫ്രൂട്ട് പ്ലാന്റുകൾ. അപ്പോൾ ഇത് നമ്മളെ ചെറിയ ഗാർഡൻ്റെ തൈകളാണ്. ഇതിനൊക്കെ നമ്മൾ ചെറിയ ഗാർഡൻ്റെ വളമാണ്, അതായത് ഗ്രീൻ ഗ്രാസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഗാർഡൻ്റെ ഗ്രോ ബാഗ്. അപ്പോൾ എല്ലാം നമ്മുടെ കർഷകർ വാങ്ങിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.